തമിഴ്നാട് രാഷ്ട്രീയം വീണ്ടും കലങ്ങുന്നു, മറിയുന്നു, തിരിയുന്നു, തിളയ്ക്കുന്നു. രജനീകാന്തിനെ കൂടി മുന്നിൽ നിർത്തിക്കൊണ്ട് തമിഴ് മക്കൾ മണ്ഡലം എന്ന പേരിൽ, തമിഴ് മക്കൾ പാർട്ടി എന്ന പേരിലോ തമിഴ് മക്കൾ മണ്ഡലം എന്ന പേരിലോ ഒന്നുകിൽ ഒരു അനൗപചാരികമായ NGO കൂട്ടായ്മയായിരിക്കും. സ്ത്രീകളുടെ സഹായ സംഘങ്ങൾ, പുരുഷന്മാരുടെ സംഘങ്ങൾ, സാമൂഹ്യ സേവന പ്രവർത്തനം, അങ്ങനെയുള്ള വലിയ ഒരു കൂട്ടായ്മയായിരിക്കും. ലക്ഷങ്ങൾ പങ്കെടുക്കുന്ന അണ്ണാ ഹസാരെയൊക്കെ തുടങ്ങിയിട്ടുള്ളതുപോലെ വലിയൊരു മൂവ്മെൻ്റ് ആയിരിക്കും. അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടി ആയിരിക്കും. ഇതിലേതെങ്കിലും ഒന്ന് തുടങ്ങാനാണ് അണ്ണാമല തീരുമാനിച്ചിരിക്കുന്നത്. രജനീകാന്തിനെ കൂടെ നിർത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ അണ്ണാമല രാജിക്കത്ത് എഴുതി നിതിൻ ബബിന് കൊടുത്തു കഴിഞ്ഞു. പക്ഷേ ഇന്നലെ ഡൽഹിയിൽ പോയി നിതിൻ ബബിനെ ഇന്നലെ കാണുകയും അത് എഴുതി കൊടുക്കുകയും ചെയ്തപ്പോൾ അത് അവിടെ തുടരാനാണ് പറഞ്ഞിരിക്കുന്ന. രാജിക്കത്ത് സ്വീകരിച്ചിട്ടില്ല. അമിത്ഷായിട്ട് കൂടി ആലോചിച്ചിട്ട് അതിനകത്തൊരു തീരുമാനം പറയാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും വലിയ സമ്മർദ്ദമാണ് അണ്ണാമലയെ അവിടെ കൊടുത്തിരിക്കുന്നത്. കഴിഞ്ഞ 6 വർഷങ്ങൾക്ക് മുമ്പാണ് അണ്ണാമല രാഷ്ട്രീയത്തിൽ വന്നത്. അദ്ദേഹം SP റാങ്കിലുള്ള IPS ഓഫീസറായിരുന്നു. ഹൈദരാബാദിൽ, ആന്ധ്രയിൽ വലിയ കൊള്ളസംഘത്തെ വരെ പിടിച്ച് പേരെടുത്ത ആളാണ്. അഴിമതിയൊന്നുമില്ലാതെ വലിയ പേരെടുത്ത ഓഫീസറാണ്. അങ്ങനെ ആ പേരെടുത്തത് കൊണ്ട് തന്നെ അതിൽ നിന്ന് രാജിവെച്ചിട്ടാണ് അദ്ദേഹം തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വന്നത്. വലിയ പ്രതീക്ഷയായിരുന്നു തമിഴ്നാട് രാഷ്ട്രീയത്തിൽ അണ്ണാമലെ. വളരെ വലിയ ജാഥയും വലിയ പ്രചരണ പരിപാടികൾ സംഘടിപ്പിച്ച് വലിയ ഹൈപ്പുണ്ടാക്കി. സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ ഹൈപ്പാണ് ഉണ്ടാക്കിയത് അണ്ണാമലെ. പക്ഷേ അത്രയും ഹൈപ്പുണ്ടാക്കിയ ഒരു വ്യക്തിയെ അവിടുത്തെ ADMK ആയിട്ടുള്ള സഖ്യത്തിൽ ADMK ആയിട്ട് സഖ്യം വേണ്ട എന്നുള്ള അണ്ണാമലയുടെ തീരുമാനത്തെ കേന്ദ്ര നേതൃത്വം അംഗീകരിച്ചില്ല. അവർ തെരഞ്ഞെടുപ്പിൽ അണ്ണാമലയും BJPയും ADMKയും സഖ്യമുണ്ടാക്കി. അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് അണ്ണാമല സൈലൻ്റ് ആയത്. അപ്പോൾ ആ സഖ്യമുണ്ടാക്കിയപ്പോൾ സഖ്യത്തിന് ഗുണം ചെയ്തുമില്ല. സഖ്യം അങ്ങനെ ഉണ്ടാക്കിയതിൻ്റെ ഗുണം കിട്ടിയത് തമിഴ് വെട്രി കഴകമായ വിജയ്ക്കാണ്. അതിൻ്റെ ഗുണം കിട്ടിയത്. വിജയുടെ പാർട്ടി അവിടെ അധികാരത്തിൽ വരികയും ചെയ്തു. അപ്പോൾ സ്റ്റാലിൻ്റെ പാർട്ടിയും പിറകിലോട്ട് പോയി, DMK. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അണ്ണാമല പറഞ്ഞതായിരുന്നു കറക്റ്റ് എന്നുള്ള രീതിയിൽ തമിഴ്നാട് രാഷ്ട്രീയം വരികയാണ്. ആ സമയത്താണ് അണ്ണാമല തമിഴ് മക്കൾ മണ്ഡലം അല്ലെങ്കിൽ തമിഴ് മക്കൾ പാർട്ടി എന്ന പേരിൽ പാർട്ടി തുടങ്ങാനും മുന്നോട്ട് പോകുന്നത്. ഈ മുന്നോട്ട് പോക്കിനെയാണ് ഇപ്പോൾ തൽക്കാലം ഇന്നത്തേക്ക് ഡൽഹിയിൽ തടസ്സപ്പെടുത്തിയിരിക്കുന്നത്. ഒരുപക്ഷെ ഇന്ന് വൈകുന്നേരത്തിനകത്ത്, സന്ധ്യയ്ക്കകത്ത് ഒരു തീരുമാനം അണ്ണാമലയെ കൊണ്ട് എടുപ്പിക്കാൻ, ഇത് പിൻവലിപ്പിച്ച് അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാതെ അണ്ണാമല പിൻവലിച്ച് ദേശീയ നേതൃത്വത്തിൻ്റെ, ദേശീയ സെക്രട്ടറി ആയിട്ടോ ആഭ്യന്തര സഹമന്ത്രിയായിട്ടോ ദേശീയ തലത്തിലേക്ക് ഏതെങ്കിലും ഒരു പദവിയിലേക്ക് അണ്ണാമല പോകാനുള്ള സാധ്യതയാണ് കൂടുതലും കാണുന്നത്. പക്ഷേ അണ്ണാമല രാജിക്കത്ത് കൊടുത്തു കഴിഞ്ഞു. അത് എന്നിട്ടും അദ്ദേഹം അവിടെ തുടരുന്നു എന്നുള്ളതാണ് ഒരു കൗതുകം. അദ്ദേഹത്തിനോട് തുടരണം രാജിക്കത്ത്. അത് അദ്ദേഹം ഒരു സ്വീകരണം, അദ്ദേഹത്തിൻ്റെ ഒരു കാര്യത്തിനോടുള്ള റെസ്പെക്റ്റ് കൊണ്ട് അദ്ദേഹം തുടരുന്നതല്ലേ. ചിലരാണെങ്കിൽ ശരാശരി രാഷ്ട്രീയക്കാരനാണെങ്കിൽ രാജിക്കത്ത് പോലും കൊടുക്കത്തില്ല, പുറത്തിറങ്ങിപ്പോയി വേറെ പാർട്ടി ഉണ്ടാക്കും, അല്ല പിന്നെ ഇത് പുറത്താക്കും അവർ. ഇതങ്ങനെയൊന്നുമല്ല. അദ്ദേഹം രാജിക്കത്ത് കൊടുത്തു. അതൊരു സർക്കാർ ഉദ്യോഗസ്ഥനൊക്കെ ആയിരുന്നത് കൊണ്ടായിരിക്കാം ആ ഒരു പ്രൊസീജിയറൊക്കെ ഫോളോ ചെയ്യുന്നത്. രാജിക്കത്ത് കൊടുത്തു, രാജിക്കത്ത് സ്വീകരിച്ചില്ല, ഇന്നെ സ്വീകരിച്ചതായിട്ട് അറിയിച്ചുകൊണ്ട് കത്ത് വാങ്ങുക, ഇതൊക്കെ ഒരു നടപടിക്രമമാണ്. അതൊന്നും വേണമെന്നില്ല. ശരിക്കും പൊളിറ്റിക്കൽ ലീഡർമാർ ഇതൊക്കെ ആർക്കും രാജിക്കത്ത് കൊടുക്കും. അവർ നേരെ ഇറങ്ങിപ്പോയി പുതിയ പാർട്ടി ഉണ്ടാക്കും, അല്ലെങ്കിൽ പുതിയ പാർട്ടി ചേരും, അല്ലെങ്കിൽ പുതിയ സംഘടന ഉണ്ടാക്കും, എന്നിട്ട് രാജിവെച്ചു എന്ന് പത്രത്തിൽ കൂടെ പറയും. അല്ലാതെ ആരും ഇങ്ങനെ കത്തൊന്നും കൊടുക്കത്തില്ല. പക്ഷേ ഇത് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യുന്നതിൻ്റെ ഒരു ഭാഗം കൂടിയാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ കാണാം തമിഴ്നാട് രാഷ്ട്രീയം എങ്ങനെയാണ് മറിയുന്നത്. ഇനി ഇദ്ദേഹം പാർട്ടിയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ആ പാർട്ടി ഏറ്റവും കൂടുതൽ സാധ്യത വിജയുടെ പാർട്ടിയെ സപ്പോർട്ട് ചെയ്യാനാണ്. കാരണം ഒറ്റയ്ക്ക് നിൽക്കാൻ സാധ്യതയില്ല. DMK മുന്നണിയുമായിട്ട് ഒരു സാധ്യതയില്ല. DMK കരുണാനിധിയും ഉദയനിധി സ്റ്റാലിനുമായിട്ടൊക്കെ വലിയ പോട്ടിയാണ്. അതുകൊണ്ട് ഒരു സാധ്യതയില്ല. ADMK ഉള്ളത് കൊണ്ട് BJP മുന്നണിയിലേക്ക് പോകാൻ സാധ്യതയില്ല. പിന്നെ ഏക സാധ്യതയുള്ളത് വിജയുടെ തമിഴ് വെട്രി കഴകത്തിലേക്ക് പോകാനാണ് സാധ്യത. അങ്ങനെയാണെങ്കിൽ ഒരു 6 മാസത്തിനകത്ത് എവിടെയെങ്കിലും നിന്നൊരു സീറ്റിൽ ജയിക്കുകയും കൂടെ ചെയ്താൽ അണ്ണാമലയ്ക്ക് തമിഴ്നാട്ടിൽ മന്ത്രിയാകാം. അങ്ങനെ വന്നാൽ അത് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വിജയ്ക്ക് വലിയൊരു റീച്ചായിരിക്കും തുടർ വർഷങ്ങളിലും കൊടുക്കുക. നമുക്ക് എന്തായാലും കാത്തിരുന്ന് കാണാം അണ്ണാമലൈ എന്ത് സംഭവിക്കും. തമിഴ്നാട്ടിലെ രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും ചലനമുണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിയുമോ എന്ന് കാത്തിരുന്നു കാണാം.